അവിചാരിതമായിട്ട് ഒരു വിളി വന്നതാണ് ഈ സാഹചര്യം ഇവിടെ ആയിരിക്കാനായിട്ട് ദൈവം അനുവദിച്ചതെന്ന് വിചാരിക്കുക. 2 കൊല്ലം മുമ്പ് നിങ്ങളുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരു ക്ഷണം കിട്ടിയിരുന്നു. പക്ഷെ അവസാന നിമിഷം അതിന് വരാൻ സാധിക്കാതെ പോയി. ഒത്തിരി സന്തോഷമുണ്ട് ഈ കമ്മ്യൂണിറ്റിയോടുകൂടി ആയിരിക്കും. മിഷൻ ഡേയുടെയും കാറ്റഗിസം ആനുവൽ ഡേയുടെയും ഒക്കെ മംഗളങ്ങൾ പ്രാർത്ഥനയോടെ നേരിടുക. കാറ്റഗിസം ആനുവൽ ഡേ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരി വന്ന് സംസാരിക്കുകയാണ്. ഈ എക്സാമിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്താണ് അല്ല ഈ എക്സാം കൊണ്ട് എന്താ കാറ്റഗിസം എക്സാം ഭയങ്കര സ്ട്രെസ്സാണ് ചോദിച്ചു. നല്ല കാര്യം. മനോഹരമായൊരു വാക്ക് നമുക്ക് UK വന്നിട്ട് കിട്ടിയിട്ടുണ്ട്, സ്ട്രെസ് അല്ലേ. ജോലി കഴിയുമ്പോൾ സ്ട്രെസ്, പഠിക്കുമ്പോൾ സ്ട്രെസ്, എല്ലാത്തിലും സ്ട്രെസ്സാണ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ 10 പരീക്ഷകൾ നടത്തുമ്പോൾ സ്ട്രെസ് ഉണ്ടോ? സെക്യുലർ പരീക്ഷകൾ, GCSE, A-level. കഴിഞ്ഞ ദിവസം ധ്യാനത്തിനിടയ്ക്ക് ഒരച്ഛൻ പറയുന്നത് കേട്ടു, A-level എക്സാമിനും GCSE എക്സാമിനൊക്കെ ഭയങ്കര ഇന്റർസെഷൻ പ്രയർ മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് വുമൻസ് ഫോറം അംഗങ്ങളെല്ലാം ഇന്റർസെസറി പ്രയർ നടത്തുന്ന കാണാറുണ്ട്. പക്ഷേ 12ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക്, വേദാർത്ഥത്തിന്റെ പരീക്ഷയ്ക്ക് ആരും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തി കാണാറില്ല. സത്യമല്ല. GCSEക്കൊക്കെ നമ്മൾ 1 മാസമൊക്കെയാണ് പുറത്തേലും പിള്ളേർ ചെയ്യുമ്പോൾ നമ്മൾ വരികയാണ്. GCSE പരീക്ഷ, A-level പരീക്ഷ ഒക്കെ പരീക്ഷയ്ക്ക് മാത്രം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇപ്പം 12ാം ക്ലാസ്സിലെ കാറ്റഗിസം എക്സാം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രാധാന്യം ഇല്ലാതെ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്താവിഷയം. വചനം ഇങ്ങനെ പറയാറുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? വചനം മർക്കോസിന്റെ സുവിശേഷം 8:36. For what it profit a man if he gain whole world and forfeit his life. നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് എത്ര പേർക്കുണ്ട് എന്നുള്ളത്. ഈ ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത, ഈ പറയുന്ന എനിക്ക് പോലും പലപ്പോഴും ജീവിതത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ, അനുദിന നിമിഷങ്ങളിലേക്ക് കയറുമ്പോൾ പലപ്പോഴും ലോകത്തിലെ